ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രെഡിറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെണ്ടയ്ക്ക കടി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് പച്ചച്ചവയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് വഴന്ന് കിട്ടും, ഇതിൻ്റെ വഴുവഴുപ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം, ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കായും അതുപോലെ തന്നെ 3 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ആവശ്യത്തിനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ വേണ്ടത് സവാളയാണ്. ഞാൻ 2 സവാള, മീഡിയം സവാളയാണ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിരിക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഒക്കെ ഉപ്പ് ചേർത്താൽ മതി. കുറേശ്ശെ വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ വേണ്ടത്, ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് മില്ലുകളിലൊക്കെ പൊടിച്ച് കിട്ടും ഇതുപോലെ ചിക്കൻ മസാലയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മസാലയിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഇത് ചട്ടിയിലെ വെണ്ടയ്ക്കയിലേക്ക് ഒന്ന് പകർന്നു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കറിവേപ്പിലയുടെ തണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഒന്ന് വറ്റിച്ചെടുക്കാനേ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഇവിടെ ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. കോക്കനട്ട് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് തിള വരുമ്പോഴേക്കും ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പാനടുപ്പത്ത് വെച്ച് ഒന്ന് താളിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. എൻ്റെ ചാനൽ ഇത് ഇഷ്ടമായതുകൊണ്ട് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.